ഒരുപാട് കാര്യങ്ങൾ ചേർന്നിട്ടാണ് ഈ ഞായറാഴ്ച കർത്താവിൻ്റെ ദിവസമായിട്ട് ക്രിസ്ത്യാനികൾ ആചരിച്ചു തുടങ്ങിയത്. ഇത് ആദ്യകാലം തൊട്ടുള്ളതാണ്, അതിപ്പോഴും തുടരുന്നു. അപ്പോൾ ഈ പ്രമാണത്തിൻ്റെ കീഴിൽ വരുന്ന ലംഘനങ്ങൾ എന്തൊക്കെയായിരിക്കാം? കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണമെന്ന് പറയുമ്പോൾ ഞായറാഴ്ച നേരത്തെ പറഞ്ഞ പോലെ ദൈവത്തിന് നന്ദി പറയാനും നിത്യതയെ ഓർക്കാനും കൂടുതൽ ശക്തിയോടെ നാളെ മുതൽ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകാനൊക്കെ ഉള്ളൊരു പ്രാർത്ഥനയൊക്കെ ആയിട്ട് മാറ്റേണ്ടതാണ് ഈ ദിവസങ്ങൾ. പക്ഷെ ഇന്ന് ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പലരും അത് ഓർക്കാറ് പോലുമില്ല. എന്നാൽ ചില മനുഷ്യർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തതും എനിക്കറിയാം. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ, എൻ്റെ സുഹൃത്ത് പറഞ്ഞുള്ള ഒരു അറിവാണ്, സുഹൃത്തിൻ്റെ കൂട്ടുകാരൻ ഇറച്ചിവെട്ടാണ് ജോലി. നമുക്കറിയാം, ഇറച്ചി വെട്ടുന്നൊരു ജോലിക്കാരന് സൺഡേ ആണ് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. അദ്ദേഹം ഈ ഒരു കർത്താവിൻ്റെ ഒരു എക്സ്പീരിയൻസിലേക്ക്, ഒരു പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം വളരെ സ്ട്രോങ് ആയിട്ട് എടുത്തൊരു ഡിസിഷൻ, എല്ലാ ദിവസവും ആഴ്ചയിൽ ശനിയാഴ്ച വരെ അദ്ദേഹം ബിസിനസ് ചെയ്യും, ഞായറാഴ്ച ഇല്ല. അദ്ദേഹം എൻ്റെ സുഹൃത്തിനോട് പറഞ്ഞത്, ഇദ്ദേഹം എന്നോട് പറഞ്ഞ് ഞാൻ ഓർക്കുകയാണ്, ഞായറാഴ്ച ബിസിനസ് ചെയ്യാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു നഷ്ടവും ഉണ്ടാകുന്നില്ല, കൂടുതൽ സന്തോഷം ഉണ്ടായത്. അപ്പോൾ ഒരു സ്ട്രോങ് ഡിസിഷൻ എടുക്കാനായിട്ട് ഒരു കൃപ തന്നെ വേണം. നമ്മൾ പലപ്പോഴും നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാനായിട്ട് ഇത്തരത്തിലുള്ള ദൈവികമായ കാര്യങ്ങളെ മാറ്റി നിർത്തുന്നത് ഒരു പതിവാണ്. ഇനി വേറൊരു ഫാമിലി എനിക്കറിയാം, ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് പോയതിന് ശേഷം നേരെ നിത്യാരാധനാലയത്തിലേക്ക് പോകുന്നൊരു കുടുംബമുണ്ട്. എല്ലാ ഞായറാഴ്ചയും ഒരു ഫംഗ്ഷനും പോവില്ല, വേറെ എന്ത് കാര്യവും മാറ്റിവെച്ച്. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇങ്ങനെ? അവർ പറയുന്നത്, ആഴ്ചയിൽ 6 ദിവസവും നമുക്ക് വേണ്ടി തന്നെ ഓടുന്നു. ഒരു ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് ഇരിക്കാനായിട്ട് വൈകിയാണ് ആ തിരിച്ചറിവുണ്ടായത്. പക്ഷെ ഇപ്പം അത് തുടരുന്നു, അത് മരിക്കുന്നവരെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനെ വളരെ സ്ട്രോങ് ഡിസിഷൻ എടുത്ത് കർത്താവിൻ്റെ ദിനത്തെ വളരെ കൃത്യമായി ആചരിക്കുന്ന മനുഷ്യരുള്ള നാട്ടിലാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിൽ സൂക്ഷിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായിട്ട് ആചരിക്കണം, അന്ന് കുർബാനയ്ക്ക് പോയിരിക്കണം. അത് കടപ്പാടാണ്. ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഞായറാഴ്ച കുർബാന മുടക്കരുതെന്നാണ് കുഞ്ഞുനാൾ തൊട്ട് പഠിക്കുന്നത്. ആ ഒരു പഠനത്തെ മനസ്സിൽ വെച്ചിട്ട് വെറുതെ കുർബാനയ്ക്ക് പോവുക എന്നുള്ളതല്ല. കുർബാനയിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റണം. പല വിചാരത്തോടെ കുർബാനയ്ക്ക് പോയിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു കടപ്പാടിൻ്റെ പേരിൽ കുർബാനയ്ക്ക് പോയിട്ട് കാര്യമില്ല. കുർബാനയ്ക്ക് മുഴുവനായും ഒന്ന് ഒരുങ്ങി പോകാനായിട്ട് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. ചില കുടുംബങ്ങളിലുള്ളവർ തലേ ദിവസം തന്നെ കുർബാനയ്ക്ക് പോകാനായിട്ട് ഒരുങ്ങുന്നത് എനിക്കറിയാം. തലേ ദിവസം തന്നെ പോകാനായിട്ട് ഒരുങ്ങുക എന്ന് പറയുന്നത് ഡ്രസ്സ് അയൺ ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമല്ല, നാളത്തെ കുർബാനയ്ക്ക് സമർപ്പിക്കേണ്ട പ്രാർത്ഥനകൾ എഴുതി വെക്കുന്നു, നാളത്തെ കുർബാനയിൽ വായിക്കുന്ന ഗോസ്പല് വീട്ടിലിരുന്ന് വായിക്കുന്നു, വിശ്വാസികളുടെ പ്രാർത്ഥന മുൻകൂട്ടി എഴുതിയെടുക്കുന്നു. അങ്ങനെ നന്നായി പ്രിപ്പയർ ചെയ്ത് സൺഡേ മാസ് സെലിബ്രേറ്റ് ചെയ്യുന്ന കുടുംബങ്ങളെയും അറിയാം. അത്തരത്തിൽ ഒരു ഞായറാഴ്ചയെ അത്രയും ഗൗരവമായിട്ട് എടുക്കാനും അങ്ങനെ പ്രാർത്ഥനാപൂർവം ആ ദിവസത്തെ ആചരിക്കാനും നമുക്ക് കഴിഞ്ഞാൽ അത് വലിയൊരു കാര്യമാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഞായറാഴ്ചകളിൽ കുർബാനയ്ക്ക് പോവുക എന്നുള്ളത് മാത്രം കൊണ്ട് അവസാനിക്കരുത്. അന്ന് രോഗീ സന്ദർശനം നടത്താം, അന്ന് ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകാം. ഞായറാഴ്ച കുറച്ചുകൂടി ദൈവികമായ നന്മ ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്യാൻ ബോധപൂർവം ശ്രദ്ധിച്ചാൽ, പ്രത്യേകിച്ച് കുടുംബങ്ങളിലൊക്കെ ഉള്ളവർക്ക് അങ്ങനെ ശ്രദ്ധിച്ചാൽ ചെറിയ കുഞ്ഞുങ്ങൾക്കൊക്കെ അത് നല്ല മാതൃകയാണ്. അവർ വളർന്നു വന്ന സാഹചര്യങ്ങളിൽ ഞായറാഴ്ച അപ്പയോടും അമ്മയോടൊപ്പം ഒരു ഓൾഡ് ഏജ് ഹോമിൽ പോകുന്നു, ഒരു ഹോസ്പിറ്റൽ വിസിറ്റിന് പോകുന്നു, അല്ലെങ്കിൽ വൃദ്ധരായ രോഗികളായ കിടപ്പ് രോഗികളായിട്ടുള്ളവരെ ചെന്ന് കാണുന്നു, അവരെ ശുശ്രൂഷിക്കുന്നു. എന്തുമാത്രം നല്ലൊരു സന്ദേശമാണ് കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. അതൊക്കെ ഈ ഞായറാഴ്ചകളിൽ ബോധപൂർവം ചെയ്താൽ നല്ലതല്ലേ? ഒരു കാര്യം കൂടി ചേർത്ത് വെക്കുന്നു. സത്യത്തിൽ ഞായറാഴ്ച ആചരണം രാഷ്ട്രത്തെ സംബന്ധിച്ചും ഏറ്റവും നല്ല കാര്യമാണ്. അതെന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത്? ഞായറാഴ്ച രാഷ്ട്രത്തെ സംബന്ധിച്ച് നല്ലതാണെന്ന് പറയുന്നത്, തൊഴിലിൻ്റെ ഒരു ലോകം മനുഷ്യനെ ആഗീരണം ചെയ്തുകൊണ്ടിരിക്കുക. ആർക്കും വെറുതെ ഇരിക്കാനായിട്ട് നേരമില്ല.
കംപ്ലീറ്റ് ഇങ്ങനെ വർക്കോളിക്കായിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലോകം മനുഷ്യനെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ഞായറാഴ്ച ആചരണം, ഒരു ഹോളിഡേ ഉണ്ടെങ്കിൽ മനുഷ്യനൊന്ന് വിശ്രമിക്കാനും കുറച്ചുകൂടി സ്വസ്ഥമായിരിക്കാനും കുറച്ചുകൂടി സ്വയം ചിന്തിക്കാനും ഒരു അവസരമാകുകയല്ലേ. അത് തീർച്ചയായിട്ടും മനുഷ്യർക്ക് കൂടുതൽ എനർജി നൽകും. ആ എനർജി രാഷ്ട്രത്തിന് ഉപകാരമായി തീരും. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച ആചരണം ദൈവികമാണ്, രാഷ്ട്രത്തെ സഹായിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു വിശുദ്ധമായ ദിനത്തെ നമുക്ക് വിശുദ്ധിയോടെ എടുക്കാം. ഹോളി ഡേ എന്നാണല്ലോ പറയുന്നത്, വിശുദ്ധമായ ദിവസമാണ്. ആ ദിവസം വിശുദ്ധ കാര്യങ്ങൾ ചിന്തിച്ച്, വിശുദ്ധ കാര്യങ്ങൾ ചെയ്ത്, വിശുദ്ധമായ ബലിയർപ്പിച്ച് വിശുദ്ധിയോടെ ജീവിക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു.